ഹലോ ഗൈസ്. കഴിഞ്ഞ ദിവസം ഞാൻ Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോന്നായിട്ട് ഞങ്ങൾ ഇപ്പോൾ ആൻസേഴ്സ് തരാം. ഇതിൽ ചില ചോദ്യങ്ങളൊക്കെ കോമൺ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് പറയാം. അതിലൊന്നുള്ളത് ഹൗ ഡിഡ് യു ഗൈസ് മീറ്റ് എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ഹൗ യു മെറ്റ് ഫസ്റ്റ് എന്നുള്ളതാണ്. സോ എൻ്റെ ഒരു ഫോളോവേഴ്സ് ലിസ്റ്റിൽ മലയാളികളല്ലാത്തവരുള്ളത് കൊണ്ട് കുറച്ച് ഇംഗ്ലീഷിലും പറയാം. സോ ഐ മെറ്റ് ഷാഹിർ ത്രൂ ഇൻസ്റ്റഗ്രാം ഓൺലി. That was really a coincidence. We had no mutuals or anything. He saw me from a reel which I posted during 2023 Onam. The reel went viral and it also generated a lot of heat. ആ ഒരു ടൈമിൽ കയറി വന്നതാണ് ആസ് എ ഫോളോവർ. ഷാഹിർ ബിക്കെയിം എ ഫോളോവർ ഫസ്റ്റ്. പിന്നെ വി സ്റ്റാർട്ടഡ് ചാറ്റിംഗ്. അതും ഒരു it took a little while. Okay, so both of us are not the initiators for conversation. അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്തിട്ട് കുറച്ച് നാൾക്ക് ശേഷമായിരുന്നു he shared a post. ഒരു back then he was in Sharjah, so she shared a story of pictures from Sharjah. അപ്പോൾ I was able to relate because I had my childhood in Sharjah, UAE. So I messaged him first, telling that, oh, it's Sharjah, are you in Sharjah? I lived there when I was little, and that's how we initiated the conversation. So there was it was not love at first sight or anything for me. ഒരു നമുക്കൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫോട്ടോസ് കണ്ടപ്പോൾ I started having a conversation. And eventually, after a few months, we started to feel that, it's not just friendship that we are striking. We started to feel something between each other, and that was in December. By the end of December, we started to have emotions for each other. Christmas Eve night, we were chatting, and in one of the chats, I expressed my interest and love to Shahir. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ പറയാനുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും സിമിലറായിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇറ്റ്സ് അബൌട്ട് അവർ ലവ് സ്റ്റോറി. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹൗ വി മെറ്റ് ഈച്ച് അതർ എന്നുള്ളത്. It's not like we were able to see each other when we started our love story. A long distance relationship. When I started having emotions for him, there were a lot of questions in both of our mind. Like, ഷാഹിർ അവിടെയാണ്, ഞാനിവിടെയാണ്, ഞങ്ങൾ ഇതുവരെ രണ്ടുപേരും കണ്ടിട്ടില്ല. 2024 ന്യൂ ഇയർ തൊട്ടാണ് ശരിക്കും ചാറ്റ് ചെയ്തും ഞങ്ങൾ ഫോൺ വിളിച്ചൊക്കെ തുടങ്ങുന്നത്. അതായത് ആഫ്റ്റർ ഐ ഹാവ് എക്സ്പ്രസ് മൈ ഇൻട്രസ്റ്റ് ആൻഡ് ലവ് ടുവേർഡ്സ് ഷാഹിർ ആൻഡ് ഹി റെസിപ്രോക്കേറ്റിംഗ് ഇറ്റ് വിത്ത് മീ. ആ ഒരു ടൈമിലാണ് പിന്നെ ഞങ്ങൾ കോളും വീഡിയോ കോൾസൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. സോ ഇറ്റ് വാസ് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മാറി. ഇപ്പോൾ അന്ന് എന്തായിരുന്നു ആപ്പിൻ്റെ പേര്? ബോട്ടിയം ആപ്പ് ഒക്കെ ഞാനും ഡൗൺലോഡ് ചെയ്തു. ഞാനിതിനെ പറ്റി കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഗൾഫിലുള്ളവരൊക്കെ നാട്ടിലേക്ക് വീഡിയോ കോൾ യൂസ് ചെയ്യുന്ന ആപ്പാണ്. അൺഫോർച്ചുനേറ്റ്ലി വാട്സാപ്പ് വീഡിയോ കോള് അവിടെ പോസിബിൾ അല്ലാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് മെയിനായിട്ട്. ഇപ്പോൾ it's not like there's a fine line between being toxic and keeping the communications open between two people. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു. ഇപ്പോൾ രാവിലെ എണീറ്റാലും വൈകിട്ടാണെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കില്ല എന്താ എങ്ങോട്ടാണ് പോകുന്നത്, എന്തെങ്കിലും ചെയ്യുന്നത്. ബട്ട് വി വെർ ഓപ്പൺ ടു കമ്മ്യൂണിക്കേഷൻസ്. നമ്മൾ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയാതെ തന്നെ. ആൻഡ് ദാറ്റ് വാസ് ഇനഫ്. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുകയോ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ വിളിക്കാറുണ്ടായിരുന്നു, ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു. അതായത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് എന്താണെന്ന് നമ്മൾ
ചോദിക്കാതെ തന്നെ നമ്മളോട് തിരിച്ച് പറയാറുണ്ടായിരുന്നു. നമ്മൾ ഒരു കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ ഇന്ന സാധനം മേടിക്കാൻ വന്നതാണ്, ഇന്ന സാധനം മേടിക്കാൻ പോയതാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ 2-3 മാസം കയറിപ്പോയി. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ഇൻറ്റൻസായി. അങ്ങനെ ഒരു ഞാനപ്പോൾ ആ ഒരു ടൈമിലാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഞങ്ങളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ നേരിട്ട് കാണാൻ നമുക്കൊന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഏപ്രിലിൽ ഇപ്പോൾ ഷാഹിറിനാണെങ്കിലും അവിടെ ഷാർജയിലായതുകൊണ്ട് അവർക്ക് ഈദുൽ ഫിത്തർ വരുമ്പോൾ ഹോളിഡേയ്സ് ഉണ്ട്, 2 days ഹോളിഡേയ്സ് കിട്ടും. അപ്പോൾ ഞാനും ആ ടൈമിൽ എനിക്ക് ഒരു ലീവ് എടുത്തിട്ട് ഞാനും വിചാരിച്ചു ഞാനും ഷാർജയിലേക്ക് പോകാമെന്നുള്ളത്. ഷാർജയിലേക്ക് ഒരു പ്രാവശ്യം കൂടി പോകണം എന്നുള്ളത് എൻ്റെ ഒരു കുറേ നാളത്തെ ഒരു ഡ്രീം തന്നെയായിരുന്നു. ലൈക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ അവിടെയാണ്. അതുകൊണ്ടൊരു ലാസ്റ്റ് ടൈം അതെല്ലാം ഒന്ന് പോയി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു കോയിൻസിഡൻസ് വരുന്നത്. സോ അങ്ങനെ ഷാർജയിലേക്ക് ഞാൻ വന്നു. ദാറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് ഡേയ്സ് എവർ ഇൻ മൈ ലൈഫ് എന്ന് എനിക്ക് പിന്നെ പറയാം. ഒരു 5 days ഞാൻ അവിടെ ഉണ്ടായിരുന്നു വിത്ത് ഷാഹിർ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതും അപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് ആണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത്. വെച്ചിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഷാഹിർ പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ പുറത്ത് ജസ്റ്റ് ഡോറിൻ്റെ അവിടെ വരെ വന്ന് നിന്നു എല്ലാം കഴിഞ്ഞിട്ട്. എന്നിട്ട് ഫോൺ ചെയ്യാൻ നോക്കുക, ഫോൺ ആളെ വിളിക്കാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്തോ സിമ്മ് കിട്ടുന്നില്ല. എന്നിട്ട് പിന്നെ എയർപ്ലെയിൻ മോഡ് ഇട്ട് മാറ്റി തിരിച്ചു മറിച്ച് എല്ലാം കിട്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴേക്കും പുള്ളിക്കാരൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അകത്ത് നിൽക്കുന്നത് പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടു, പുറത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഹി വാസ് ദെയർ. അതാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ഞാൻ കണ്ടായിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് ട്രോളി ബാഗ് ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം ഡ്രസ്സിൻ്റെ നമുക്ക് പെട്ടെന്ന് മാച്ച് ചെയ്യാൻ പറ്റാതെ കുറേ ആൾക്കാർ ഇങ്ങനെ എയർപോർട്ടല്ലേ, കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ബാഗ് വെച്ച് റെഡ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി കുറേ നിന്നപ്പോഴാണ് ആളെ കണ്ട്. ആള് ഒന്ന് മാറി നിന്നിട്ട് ഫോൺ എന്തോ എടുക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ ഉണ്ട്, പുറത്തേക്ക് പോയതാണ്. അങ്ങനെ പുറത്ത് വന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വർക്കായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് കണ്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി. പിന്നെയുള്ള ആ ഒരു 5 days അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുള്ള പല സ്ഥലങ്ങളും, ഞാൻ പഠിച്ച സ്കൂളൊക്കെ കാണിച്ചു കൊടുത്തു. ഏട്ടനോട് പഠിച്ചതുകൊണ്ട് ഏട്ടനോട് കുറേ സ്ഥലങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെ കുറേ സ്ഥലം ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഓൾറെഡി അവിടെ ജനിച്ചു വളർന്ന് ആ നാടിനെ കുറിച്ച് അറിയുന്ന ആളായതുകൊണ്ട് ഇന്ന സ്ഥലത്ത് പോയി ഇന്നതാണെന്ന് നമ്മൾ കൂടി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് അറിയാം എവിടെയാണ് എന്താണെന്നൊക്കെ. അതെ, അവിടെ റോഡുകളും സ്ഥലങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്കൂളാണെങ്കിലും വലിയ മാറ്റമൊന്നും സ്കൂളിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പുതിയ 2 ബ്ലോക്സ് അവർ പണിതിട്ടുണ്ട്. അത്രേ മാറ്റമുള്ളൂ. പിന്നെ അതായത് പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, എന്നാലും ലേഔട്ടും കാര്യങ്ങളൊക്കെ സെയിം. ആ പഴയ ബിൽഡിംഗ് ഇപ്പോഴും ഉണ്ട്. ഷാർജ ദുബായ് പോലെ അത്രയും ഡെവലപ്ഡ് അല്ല. സോ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് റോള സൈഡൊക്കെ അങ്ങനെ തന്നെയാണ്. പഴമ നിലനിർത്തി പോരുന്ന ഒരു എന്താ പറയുക കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്തു. പിന്നെ കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, അവിടെ മാത്രം കിട്ടുന്ന ചില ഫുഡുകളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ 2 സിനിമ കണ്ടു. ഫസ്റ്റ് ടൈം സിനിമ ഒന്നിച്ച് കാണുന്നത് അവിടെ നിന്നാണ്. ഒന്ന് ആടുജീവിതമായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ആവേശവും കണ്ടു. അപ്പോൾ ആവേശം മൂവി ഞങ്ങൾക്ക് വളരെ ആവേശമാണ്. അത് ആവേശമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടത്. അവിടെ തിയേറ്ററിൽ ആരും ഉണ്ടായിരുന്നില്ല ആ മൂവി കാണുമ്പോൾ. സോ അതൊരു നല്ലൊരു റൊമാൻറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. വേറൊരു രസകരമുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പോകുമ്പോൾ തന്നെ ഷാഹിറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ ഒരു മന്ത്, ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പേ തന്നെ ഗിഫ്റ്റ് എല്ലാം അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. ഒരു എൻഗേജ്മെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല,
ഒരു പ്രപ്പോസൽ പോലെ അല്ലെങ്കിൽ അതൊരു ഉറപ്പിക്കൽ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ ആണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമുക്കൊരു ഉറപ്പ് ഭയങ്കര അത്യാവശ്യമാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഒരുപാട് പേര്, അകത്താണെങ്കിൽ പുറത്താണെങ്കിൽ നോർമൽ റിലേഷൻഷിപ്പ് ആയെങ്കിൽ പോലും നമുക്ക് ലോങ് ഡിസ്റ്റൻസ് പെട്ടെന്ന് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം, അങ്ങനെ ആയിപ്പോവാം. അപ്പോൾ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയായിരുന്നു ഇതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് സെപ്പറേഷൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ഷാഹിറിന് ആണെങ്കിൽ അവിടെ വർക്കിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് പിന്നെ ഷാഹിറാണെങ്കിലും പറഞ്ഞു എന്നാൽ പിന്നെ നാട്ടിൽ വരാണ് ഞാൻ. അപ്പോൾ പറഞ്ഞ് ഞാനും പറഞ്ഞു കൊച്ചിയിൽ ഇപ്പോൾ ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ എന്നാൽ നാട്ടിൽ വരൂ, നമുക്ക് ഇവിടെ എന്തെങ്കിലും നോക്കാം എന്ന് വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അതല്ലേ നല്ലത് ഞങ്ങൾക്ക് രണ്ടുപേർക്കെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെയ് ആയപ്പോൾ നാട്ടിൽ വരുന്നു. പിന്നെ കൊച്ചിയിലേക്ക് വരുന്നു. ഞാൻ വണ്ടി ഓടിച്ച് പാലക്കാട് മണ്ണാർക്കാട് വരെ പോയി അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഇതുവരെ ഒന്നിച്ചാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗേ കപ്പിൾസ് ആയിട്ട് പബ്ലിക്കിൽ നടക്കുമ്പോൾ സദാചാര നോട്ടങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല, കാരണം ഞാൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഞാൻ ആരും നോക്കാറില്ല. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇങ്ങനെ ഒരു എന്താ പറയുക, ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാരെ നോക്കുന്നത്. കാരണം ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ലത്. നോക്കുന്നവർ നോക്കട്ടെ, നമ്മൾ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്, അത്രേ ഞാൻ ആലോചിക്കാറുള്ളൂ. ഇപ്പോൾ ആകെ ഒരു ജീവിതമേ ഉള്ളൂ, ആ ഒരു ജീവിതം നന്നായിട്ട് ജീവിക്കുക, സുഖമായിട്ട് ജീവിക്കുക, ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കുക. ഈ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ കാലം നിലനിന്ന് പോകാൻ വേണ്ടി ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഞാൻ ഇതിൽ ഓൾറെഡി പറഞ്ഞപ്പോൾ എൻ്റെ ലവ് സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും അല്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. പിന്നെയുള്ളത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തണം, അല്ലാതെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രസ്റ്റ് ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഏതൊരു റിലേഷൻഷിപ്പിലായിട്ട് വേണ്ടത്: കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ട്രസ്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോസ് ആൻഡ് കോൺസ് ലിസ്റ്റ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. ലിസ്റ്റ് ആക്കാനൊന്നുമില്ല, എനിക്ക് ഏറ്റവും ഭയങ്കര ദേഷ്യമാണ്, ആ ഒരു കാര്യമുണ്ട്. പിന്നെ അതുള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ഇനി നല്ലത് പറയുകയാണെങ്കിൽ നല്ല കെയറിങ് ആണ്, ഏട്ടൻ നല്ല കെയറിങ് ആണ്. പിന്നെ ഷാഹിറിനെ പറ്റി പറയുകയാണെങ്കിൽ ഷാഹിർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, വളരെ പ്ലസ് ആയിട്ട് പറയുന്നത്, വളരെ കെയറിങ് ആൻഡ് ഹെൽപ്ഫുൾ ആവാറുണ്ട് ഇപ്പോഴും. ഞാനിപ്പോൾ വളരെ ടയേർഡായാലും ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുകയാണെങ്കിലൊക്കെ ഇപ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാനൊക്കെ ഒരു മടിയില്ലാതെ ചെയ്തു തരും. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവും, പെട്ടെന്ന് ഇങ്ങനെ ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചുകൂടി കുറച്ചാൽ നല്ലതായിരിക്കും, പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പോഴാണ് ഈ സ്ട്രെസ്. അതൊക്കെ മാറ്റിയാൽ മതി. ഇനി അവസാനമായിട്ടൊരു ചോദ്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞനുജനാണ്, അനുജനാക്കി എന്നെ പറ്റി 2 വാക്കിൽ തികയില്ല എന്നറിയാം, എന്നാലും എന്നാണ് ചോദിച്ചേക്കുന്നത്. അവനെ പറ്റി പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഞാൻ എൻ്റെ അനിയനായിട്ട്, എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് കാണുന്നത്. അത് അവന് നന്നായിട്ട് അറിയാം. അവന് പിന്നെ അങ്ങനെ തന്നെ കാണുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, സ്വന്തം ഏട്ടനെ പോലെ തന്നെ കാണുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആളിച്ചിരി കുറുമ്പനാണ്, തരികിടയാണ്. ചുമ്മാ പറയട്ടോ, എനിക്കിഷ്ടമാണ്, നല്ല സ്വഭാവം.
അപ്പോൾ ഈ ഒരു കൊച്ചു Q&A സെഷൻ കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാവർക്കും ഉത്തരം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ. അത് നോർമലി ചോദിച്ചതിനെ റിപ്പീറ്റ് അടിച്ച് വന്ന പോലെ ആയതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. സോ 2024 അവസാനത്തെ ഒരു വീഡിയോ, ഞങ്ങൾ പുതിയതായി തുടങ്ങിയ ഈ യൂട്യൂബ് ചാനൽ അവസാനമായിട്ടുള്ള വീഡിയോ ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞങ്ങളുടെ വക നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. 2025 വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ബൈ.